വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഈദ് റബീഇന്റെ ഈ വർണ്ണമായ വേദിയിൽ എനിക്ക് നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ലഭിച്ച വിഷയം ലോക സാമ്പത്തിക ശക്തിയാകാൻ ഇന്ത്യക്ക് കെൽപ്പുണ്ടോ, വസ്തുതകൾ സംസാരിക്കുന്നു എന്നതാണ്. ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തെ പറ്റി പറയുമ്പോൾ കാർഷിക വൃത്തിയിലും വാണിജ്യ വൃത്തിയിലും ഊന്നിയിരുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്നും സേവന മേഖലയിലും ഉൽപാദന മേഖലയിലും ഊന്നിയ സാമ്പത്തിക വ്യവസ്ഥയിലേക്കുള്ള മാറ്റമാണ് ഇന്ത്യൻ സാമ്പത്തിക ചരിത്രം. 1949 സ്ഥാപിതമായ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ അതിൻ്റെ സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിൻ്റെ ഭൂരിഭാഗവും കേന്ദ്രീകൃത ആസൂത്രണമാണ് സ്വീകരിച്ചത്. പിന്നീട് 1991 സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം കേന്ദ്ര സർക്കാർ സാമ്പത്തിക ഉദാരവൽക്കരണം ആരംഭിച്ചു. ഇന്ന് ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളർന്നു വരുന്ന സമ്പദ്ഘടനകളിൽ ഒന്നായി ഇത് മാറിയിരിക്കുന്നു. എന്നാൽ 2019 കോവിഡ് കാലഘട്ടത്തിൽ ലോകശക്തികൾ സാമ്പത്തിക മേഖലയിൽ വൻ തകർച്ച അഭിമുഖീകരിച്ച ഘട്ടത്തിൽ വളർന്നു വന്നിരുന്ന ഇന്ത്യ എന്ന മഹത്തായ രാജ്യം 10ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തുകയുണ്ടായി. ഈ ഒരു അവസ്ഥയിൽ നിന്നും സുസ്ഥിരമായ വികസന മുന്നേറ്റങ്ങളിലൂടെയും തൊഴിൽ ഉൽപാദന ശേഷി പരിപോഷിപ്പിക്കുന്നതിലൂടെയും ഈ രാജ്യം ഒട്ടേറെ പരിമിതികൾ തരണം ചെയ്യുകയുണ്ടായി. അങ്ങനെ തങ്ങളുടെ 77ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ 5ാമതാകാൻ ഇന്ത്യക്ക് സാധ്യമായി. ഇനി ഈ രാജ്യം ലോക സാമ്പത്തിക തലപ്പത്ത് വാഴുമോ എന്ന് ചോദിക്കുമ്പോൾ കയറ്റുമതിയിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഇടിവും സാക്ഷരതാ നിരക്കിന്റെ കുറവും കടുത്ത അഴിമതിയുമെല്ലാം ഈ രാജ്യത്തെ വെല്ലുവിളിക്കുന്ന പ്രധാന സംഭവങ്ങളാണ്. 50% യുവാക്കളുള്ള ഈ രാജ്യത്ത് എത്ര യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു എന്ന കണക്കെടുത്താൽ, അതല്ലെങ്കിൽ ദാരിദ്ര്യം കൊണ്ട് അലയുന്ന പട്ടിണി പാവങ്ങളുടെ കണക്കെടുത്താൽ ഈ രാജ്യം സാമ്പത്തിക തലപ്പത്ത് വാഴുമോ എന്ന ചോദ്യം തന്നെ നിരർത്ഥകമാണ്. എന്നിരുന്നാലും സുസ്ഥിരമായ വികസന മുന്നേറ്റങ്ങളിലൂടെയും ഗവൺമെന്റ് സാമ്പത്തിക ചോർച്ച തടയുന്നതിലൂടെയും ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ നടപ്പിലാക്കുന്നതിലൂടെയുമെല്ലാം ഒരു പരിധിവരെ നേട്ടത്തിന് അർഹമാകാൻ ഈ രാജ്യത്തിന് സാധിക്കും. RBI ഡെപ്യൂട്ടി ഗവർണർ മൈക്കിൾ പാത്ര പ്രസ്താവിക്കുകയുണ്ടായി, 2031 ലോകരാജ്യങ്ങൾക്കിടയിൽ സാമ്പത്തിക മേഖലയിൽ 2ാമതാകാൻ ഇന്ത്യക്ക് സാധിക്കും. 2060 ആകുമ്പോഴേക്കും ലോകത്തിലെ 1ാമത്തെ സാമ്പത്തിക ശക്തിയാകാൻ ഇന്ത്യക്ക് സാധിക്കും. അതിനായി തൊഴിലുൽപാദന ശേഷി, സുസ്ഥിര വികസന, അടിസ്ഥാന സൗകര്യ വികസനം, സുസ്ഥിര വികസന, ഹരിത സമ്പദ് വ്യവസ്ഥയുടെ വികസിപ്പിച്ചെടുക്കൽ തുടങ്ങിയ വെല്ലുവിളികൾ ഇന്ത്യ നേരിടേണ്ടതുണ്ട്. വർഷത്തിൽ 9.6% നിലയിൽ അടുത്ത 10 വർഷത്തേക്ക് വികസനം നേടാനായാൽ താഴെക്കിടയിലുള്ള മധ്യവർഗ രാഷ്ട്രം എന്ന പ്രതിച്ഛായ തകർത്ത് വികസിത രാഷ്ട്രം എന്ന പ്രതിച്ഛായയിലേക്ക് ഈ രാജ്യത്തിന് ഉയരാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ മുന്നേറ്റത്തിന് സഹായകരമാകുന്ന മറ്റൊന്ന് മൂലധന നിക്ഷേപമാണ്. അനുപാതം കുറയുന്നതും വരുമാനം കൂടുന്നതും സേവിങ്സ് നിരക്ക് കൂടാൻ ഇടയാക്കുന്നതുമെല്ലാം ഈ രാജ്യത്തിന്റെ ഉന്നമനത്തിന് നേട്ടമാകും. അതുപോലെ ഇന്ത്യൻ കറൻസി വിനിമയ നിരക്ക് ഏറ്റിറക്കങ്ങൾക്ക് വിധേയമാകേണ്ടതുണ്ട് എന്നതാണ്. അതിനാൽ ഈ വിനിമയ നിരക്കിനെ GDP കണക്കിലെടുക്കരുത്, പകരം PPP അഥവാ പർച്ചേസ് പവർ പാരിറ്റിയെ ഉപയോഗിക്കണം. PPP അനുസരിച്ച് ലോകത്തിലെ ശക്തമായ 3ാമത്തെ രാജ്യമാണ് ഇന്ത്യ. 2027 $6 ലക്ഷം കോടി കൈവരിക്കുക എന്ന ലക്ഷ്യം സാധ്യമാക്കിയാൽ അത് PPP അനുസരിച്ച് 16 ലക്ഷം കോടി രൂപയാണ്. അങ്ങനെ വരുമ്പോൾ ഈ നിരക്കിൽ കാര്യങ്ങൾ കണക്കിലെടുത്താൽ 2048 ആകുമ്പോഴേക്കും ഇന്ത്യ US-നെ പിന്നിലാക്കി സാമ്പത്തിക മേഖലയിൽ 2ാം സ്ഥാനത്തേക്ക് കുതിക്കുമെന്നാണ് ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് കണക്ക് കൂട്ടുന്നത്. ഇന്ത്യൻ നാണയപ്പെരുപ്പത്തെ ആഗോള നാണയപ്പെരുപ്പത്തിന് സമമാക്കി നിർത്തണം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ രൂപയുടെ വില ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും തുല്യമായിരിക്കും. ഇന്ത്യൻ കറൻസി ഒരു അന്താരാഷ്ട്ര കറൻസിയായി രൂപാന്തരപ്പെടുകയും ചെയ്യും. അതോടെ നാളത്തെ ലോക സാമ്പത്തിക ശക്തിയായി മാറ്റാൻ ഇന്ത്യക്ക് കഴിയുമെന്നുണർത്തി വാക്കുകൾക്ക് വിട. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
വരുന്നു. ലെറ്റർ ബി. വിഷയം ഗസ. UN നനഞ്ഞ പടക്കമോ? വേദിയിൽ തുടരുന്നു സുപ്പീരിയർ ലൊക്കേഷൻ മലയാളം.